സൂരജ് സജി കൂടിയുണ്ട്. സൂരജ്, ഇന്നിപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം കോടതി, കരൂർ ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി ഉന്നയിച്ചിട്ടുള്ള ചില വിമർശനങ്ങളാണ്. അതിൽ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 10,000 പേർ എന്ന TVKയുടെ അവകാശവാദം, അത്രയും പേരെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്ന് പറയുമ്പോൾ കോടതി കൃത്യമായി തന്നെ ചോദിക്കുന്നുണ്ട്, ഇത് വിജയെ കാണാൻ കുറേ ആളുകൾ വരുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നതില്ലേ? പിന്നെ എങ്ങനെയാണ് 10,000 എന്ന ഒരു കണക്കിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത്? അവിടെ ഒരു പിഴവൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നത് കോടതി കൃത്യമായി തന്നെ സൂചിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഈ നേതാക്കളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് കോടതി നടത്തിയ പരാമർശങ്ങൾ എന്നുള്ളത് അത് വളരെ പ്രധാനമല്ലേ സൂരജ്? അനുജ, തീർച്ചയായും TVK സംബന്ധിച്ച് അവർക്ക് ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇരു നേതാക്കൾക്കും, അതായത് ഇന്ന് അറസ്റ്റിലായ ഇരു നേതാക്കൾക്കും ജാമ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് TVK ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന് പോലീസിനെ തീർത്തും പഴിചാരുന്ന ഒരു സമീപനം അത് കോടതിക്കകത്ത് സ്വീകരിച്ചു. പോലീസിന് എല്ലാ അധികാരവുമുണ്ട്. വിജയ് വരുന്ന സമയത്ത് ഇത്രമാത്രം ജനത്തിരക്ക് അപകടകരമായ രീതിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ പൊതുസമ്മേളനം റദ്ദ് ചെയ്തില്ല എന്ന ചോദ്യമാണ് ഈ പ്രതിഭാഗം ഉന്നയിച്ചത്. അതിന് പോലീസാകട്ടെ, പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ കോടതിയിലെത്തി മറുപടി നൽകുകയും ചെയ്തു. വിജയ് വരുന്നതിന് മുൻപ് തന്നെ, അതായത് വിജയുടെ സമയം ബോധപൂർവം ഇവർ വൈകിപ്പിച്ചു. ആ സമയത്തെല്ലാം തന്നെ പോലീസ് ഈ മതിയഴകനെ അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് വിജയുടെ യാത്ര കുറച്ചുകൂടി വേഗത്തിലാക്കണമെന്ന് നിർദ്ദേശം നൽകിയതാണ്. ആ സമയത്തൊക്കെ ഈ വാഹനം നിർത്തി ബോധപൂർവം ഇവർ വൈകിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ആദ്യ പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആ മേഖലയിലേക്ക് അധികം പോകരുതെന്ന് നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ പോലീസിന്റെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ തന്നെ വലിയ പ്രഹരശേഷിയുള്ള വൈദ്യുത ലൈൻ കടന്നു പോകുന്ന ഈ മേഖലയിലടക്കം ബസ് നിർത്തി ഈ ആളുകളുമായി സംവദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. വിജയ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ കുഴഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വിജയെ കൈ ഉയർത്തി കാണിച്ച് സാഹചര്യം വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അത് വിജയ് മുഖവിലക്കെടുത്തില്ല തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ അത് പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ പോലീസും വിജയ്ക്കെതിരെ ഉയർത്തി. ഇതോടുകൂടിയാണ് പ്രതിഭാഗം തീർത്തും വെട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് കോടതി തന്നെ സ്വമേധയെ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ 10,000 പേരെന്ന കണക്കുകൂട്ടലിലേക്ക് എത്തിയതെന്ന് ഇവർ ചോദിക്കുന്നു. ആ സമയത്ത് ഇവർ പറയുന്നത് തങ്ങൾ പുതിയ പാർട്ടിയാണ്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് തങ്ങളുടെ പാർട്ടി അംഗങ്ങളായുള്ളത്, അവർ എത്തും എന്നുള്ളതാണ് കണക്ക് കൂട്ടിയത്, അവർക്ക് വേണ്ടിയുള്ള ഒരു സമ്മേളനമായാണ് തങ്ങൾ ഇത് ചിട്ടപ്പെടുത്തിയതെന്ന് മറുപടി നൽകി. പക്ഷെ കോടതി അത് മുഖവിലക്കെടുക്കുന്നില്ല. കോടതി ചോദിച്ചു, വിജയ് വരുന്നു എന്നറിഞ്ഞാൽ പാർട്ടിക്കാരായ ആളുകൾ വന്നില്ലെങ്കിൽ പോലും അവിടെ വിജയുടെ ആരാധകരെത്തും, പൊതുജനങ്ങളെത്തും, അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെ ഈ 10,000 എന്ന നമ്പറിലേക്ക് എത്തി എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവർ വീണ്ടും ഇതേ വാദത്തിൽ, അതായത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.